നമസ്കാരം. അതിഥിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ ലേഡീസ് ബാൻഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആരാണ് അതിഥി എന്നല്ലേ? ഒരു സകലകലാ വല്ലഭ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നയാളാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ നമുക്കൊപ്പം അതിഥിയായിരുന്നത്. അഭിനേത്രിയാണ്, നർത്തകിയാണ്, അതിനപ്പുറം അവതാരകയാണ്. മലയാളത്തിലെ തന്നെ ടോപ്പ് റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു. ഇതിനുമൊക്കെ അപ്പുറം നമ്മുടെ ബാലിബന്റെ സ്വന്തം മാതങ്കിയാണ്. ഇപ്പോൾ തന്നെ ആളെ ഏകദേശമൊക്കെ പിടികിട്ടി കാണുമല്ലോ അല്ലെ? പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതയായ മുഖമായ സുചിത്ര നായർ. സ്വാഗതം ചെയ്യുകയാണ് സുചിത്ര നായരെ ലേഡീസ് ബാൻഡിലേക്ക്. വെൽക്കം ലേഡീസ് ബാൻഡിലേക്ക്. നമ്മുടെ മാതങ്കിയാണ്. അപ്പൊ നമുക്ക് മാതങ്കിയിൽ തന്നെ തുടങ്ങാല്ലേ? മാതങ്കിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് വലിയ താല്പര്യം ഉണ്ടാകും. കാരണം മാതങ്കി വാലിബനോടൊപ്പം തന്നെ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എങ്ങനെയാണ് മാതങ്കിയിലേക്ക് എത്തിയത്? മാതങ്കിയുടെ ഒരു വിശേഷത്തിൽ കൂടെ നമുക്ക് അങ്ങ് തുടങ്ങാം ലേഡീസ് ബാൻഡ്. മാതങ്കിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാര്യം പറഞ്ഞു കുറെ പേര് അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും പറയാം, കണ്ടു. പക്ഷെ കുറച്ചാണെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സിൽ ഇത് മാതങ്കി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാണ്. ഞാൻ കുറച്ചു നേരം ഉള്ളൂ മൂവീസ് സിനിമ കണ്ടിരുന്നില്ല. വളരെ കുറച്ചു നേരം, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കുറച്ചു നേരം ആണെങ്കിൽ പോലും ആ കുറച്ചു നേരം ലാലേട്ടന്റെ കൂടെ ആയിരുന്നു. അതെ 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 അതെ. അപ്പൊ മാതങ്കിയിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് ആണ്. ലിജോ സാർ കണ്ടിട്ട് ബിഗ് ബോസിലൂടെയാണ് ഞാൻ മാതങ്കി എന്ന കഥാപാത്രം എന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് ലിജോ സാറിനോടാണ് ഫസ്റ്റ് നന്ദി പറയുന്നത്. പിന്നെ ഇപ്പോൾ അതോട് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. എന്താ പറയുക, പല ഭാഷയിലും, തമിഴാവട്ടെ മറ്റു ഭാഷയിൽ നിന്നൊക്കെ പല ടൈപ്പ് ക്യാരക്ടേഴ്സിനുള്ള കോൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരച്ചിലാണ്. നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് ചെയ്യണമല്ലോ എന്നുള്ളത്. പിന്നെ കുറേ സ്ക്രിപ്റ്റ് വീട്ടിൽ വന്നു. അപ്പൊ ഇതെല്ലാം ഇതിന്റെയൊക്കെ തിരക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ മാതങ്കിയെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുന്നത് കേട്ടു, സുചിത്രയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരാൾ വരച്ചു വെക്കുന്ന പോലത്തെ ഒരു രൂപമുള്ള ഒരാളാണ്. അതായത് നമ്മൾ ഈ മംഗളം അങ്ങനത്തെ കുറെ വാരികകളൊക്കെ ഇല്ലേ പണ്ടത്തെ, ആ വാരികകളിലൊക്കെ ഇങ്ങനെ മുഖചിത്രം വരയ്ക്കും. ഈ പരസ്യങ്ങളിൽ നമ്മൾ മുഖചിത്രം കാണും. അങ്ങനത്തെ രൂപമുള്ള ഒരാളാണ്, അങ്ങനത്തെ കണ്ണുള്ള ഒരാളാണ്, മുടിയുള്ള ഒരാളാണ്, ശരീരം ആ ഒരു ആകൃതിയുള്ള ഒരാളാണ് സുചിത്ര. അപ്പൊ അങ്ങനത്തെ ഒരാളെ ആയിരുന്നു ലിജോ ജോസ് എന്ന വലിയ സംവിധായകൻ തെരഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരാളെ കിട്ടിയപ്പോഴാണ് കറക്റ്റ് സുചിത്രയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? സാർ അങ്ങനെയാണോ തെരഞ്ഞെന്ന് എനിക്കറിയില്ല. എനിവേ എനിക്കാണ് കോള് വന്നത്. അതാണോ സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം അതൊന്നും എനിക്കറിയില്ല. പക്ഷെ മാതങ്കി കറക്റ്റാണ്, ആപ്റ്റാണ് എന്ന് ലിജോ സാർ പിന്നെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ മാതങ്കി പക്കാണ്, മേക്കപ്പ് കോസ്റ്റ്യൂം എല്ലാം മാതങ്കി കറക്റ്റാണ്. അപ്പോൾ കോസ്റ്റ്യൂമിലെ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ ഭഗവാനെ ലിജോ സാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മാതങ്കി കറക്റ്റാണ് കേട്ടോ, സന്തോഷായി എന്ന് പറഞ്ഞു. തോന്നിയായിരുന്നോ എനിക്കും അങ്ങനത്തെ ഒരു രൂപമാണ്, സൗന്ദര്യം തന്നെയാണെന്നുള്ളത്? പൊതുവെ കുഞ്ഞിലേ തൊട്ടി പട്ടുപാവാടയും ബ്ലൗസ് ആ ഒരു പാറ്റേൺ പിടിച്ച് പോകുന്ന ഒരാളായതുകൊണ്ടും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ എന്നാ മോഡേൺ വസ്ത്രങ്ങൾ ഇടാറുമുണ്ട്. പക്ഷെ എനിക്ക് അത്ര ചേരുന്നോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇടാറുണ്ട്. പക്ഷെ എപ്പോഴും കൂടുതലും താല്പര്യം നാടൻ വേഷങ്ങളാണ്. സാരി സെറ്റും ഉണ്ട്, അതിനോടാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ എല്ലാവരും വഴക്ക് പറഞ്ഞു തുടങ്ങി, ഇത് എന്തിനാ നീ കുറച്ചൊന്ന് മാറ്റി പിടിക്കും, വേറെ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂമിലോട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ലേ? അത് സാരി തന്നെയാണ്. സെറ്റും ഉണ്ടും സാരിയും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ മാതങ്കിയിലെ കോസ്റ്റ്യൂമിന് ആദ്യം കോസ്റ്റ്യൂം എനിക്ക് സൂട്ടായില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് വേറൊരു കോസ്റ്റ്യൂം തെരഞ്ഞെടുക്കുമായിരുന്നോ? ആക്ച്വലി മാതങ്കിക്ക് ഫസ്റ്റ് ഞാൻ കോസ്റ്റ്യൂം റിഹേഴ്സലിന് ചെന്നപ്പോൾ ഇപ്പൊ കണ്ട മാതങ്കിയുടെ കോസ്റ്റ്യൂമേ ആയിരുന്നില്ല. വേറൊരു സാരി ടൈപ്പ്. അവർ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ നോക്കിയതായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതൊന്നും ആയിരിക്കത്തില്ല, വേറൊരു ടൈപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഈ ബ്ലൗസ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത്രയും മാത്രമുള്ള ബ്ലൗസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊന്നും ഞാനിട്ടാൽ ശരിയാവത്തില്ല, അതുപോലെ എൻ്റെ ഒരു ശരീര പ്രകൃതിക്ക് അത് മാച്ചും ആവില്ല, അത് ഭയങ്കര ബോറായി വരും, അതുകൊണ്ട് അത് ഞാൻ എടുത്തുമില്ല. അപ്പൊ പറഞ്ഞു, ഇല്ലില്ലില്ല ഇത് ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ, ഇതൊന്നും ആയിരിക്കത്തില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം തന്നെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ഷൂട്ടിന് ചെന്നപ്പോഴും കോസ്റ്റ്യൂം ചേട്ടൻ പറഞ്ഞു, മാതങ്കിക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോഴും ബ്ലൗസ് സ്ലീവ്ലെസ് ആണ് കണ്ടിരുന്നുള്ളൂ, പക്ഷെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീണ്ടും ഞാൻ അയ്യോ പണി പാളി. പക്ഷെ ഞാൻ പിന്നെ ചെന്ന് പറഞ്ഞു, സാർ എനിക്ക് കംഫർട്ടബിൾ അല്ല, പിന്നെ അതിലൊക്കെ കിടക്കുന്ന സീൻസും ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, അയ്യോ കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം മാത്രം കൊടുത്താൽ മതി, കുട്ടിക്ക് എന്താണോ കംഫർട്ടബിൾ അത് കൊടുക്ക്, അതിനനുസരിച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കി കൊടുക്ക്. ഞാൻ കോസ്റ്റ്യൂമിൻ്റെ പേര് വീണ്ടും ഒരു ദിവസം കൂടെ പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് എത്തിയത്. ഇപ്പം മാതങ്കിയെ കുറിച്ച് പറയുന്ന സമയത്ത് അഭിനയിച്ചത് മൊത്തം ലാലേട്ടന്റെ കൂടെയാണ്. കുറച്ച് സീനുകളാണെങ്കിൽ പോലും അത് മൊത്തം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ. ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ?
ഭയങ്കര കൂൾ പേഴ്സൺ. അതായത് നമ്മൾ ഇത്രയും വലിയൊരു പ്രതിഭ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മലയാളത്തിൽ അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു നടന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു ഫീല് നമുക്ക് ഒരിക്കലും ലാലേട്ടൻ തരില്ല. ഭയങ്കര കംഫർട്ടബിൾ ആക്കാം. അതിപ്പോൾ ആർട്ടിസ്റ്റിനാവട്ടെ ക്രൂവിനാവട്ടെ ഇപ്പം എല്ലാവരെയും ഭയങ്കര ഇതായിട്ട് ഭയങ്കര കൂളാക്കി നമ്മളെല്ലാവരും കംഫർട്ടബിൾ ആക്കി. അതായത് നമ്മുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ ലാലേട്ടൻ ബിഹേവ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമ്മൾ തന്നെ ഓബ്വിയസ്ലി ആ സീൻ അത്രയും കൂളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മാതങ്കി എന്തായാലും വാലിബനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ലാലേട്ടനോട് പ്രണയമായിരിക്കും. ആ സീൻ അഭിനയിച്ചപ്പോൾ ഒരു ക്രഷ് തോന്നിയോ ലാലേട്ടനോട്? ലാലേട്ടനോട് എല്ലാവർക്കും ക്രഷല്ലേ എപ്പോഴും. പ്രത്യേക ക്രഷല്ല, ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുന്ന ഒരു വലിയ നടൻ. അപ്പോൾ ആ ഒരു അഭിനയത്തിനോട് ഭയങ്കര ആരാധന ഉണ്ടായിരുന്നു. ആ ഒരു വലിയ നടനോട് ഭയങ്കര ഒരു ആരാധന. ക്രഷോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വേറെ രീതിയിലോട്ട് മാറിപ്പോവും. ഒരിക്കലും അല്ല. എനിക്കൊരു വലിയൊരു ആരാധനയുള്ള, എനിക്കെന്നല്ല എൻ്റെ ഫാമിലിയും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ ആരാധനയുള്ള ഒരു വലിയൊരു നടൻ. ഓക്കെ, ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഒരു വലിയ സിനിമ, അതും ഇത്രയും നാള് നമ്മൾ സുചിത്രയെ കണ്ടത് മിനി സ്ക്രീനിലായിരുന്നു അല്ലെ, വാനമ്പാടി സീരിയലിൽ കൂടെയാണ്. അതിനുശേഷം ഒറ്റയടിക്ക് നേരെ ബിഗ് ബോസിൽ പോകുന്നു. അവിടുന്ന് നേരെ വരുന്നത് ഈ വലിയൊരു സിനിമയിലേക്ക്. ബിഗ് ബോസിലേക്കല്ല, വാനമ്പാടി കഴിഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു വലിയ അവതാരകയായിട്ട് വന്നു. റിയാലിറ്റി ഷോ അല്ല, ഒരു സെലിബ്രിറ്റി ഷോ ആണ്. അതിൽ ആങ്കറായിട്ട് വന്നു. അതിനുശേഷമാണ് ഞാൻ ബിഗ് ബോസിലേക്ക്, അവിടെ നിന്നാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നത്. ബിഗ് ബോസിൽ നിന്നാണ് നേരെ വാലിബലിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഒരു ചാട്ടമായിരുന്നു. അപ്പം ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഒരു വലിയ സിനിമ, ആ സിനിമയിലേക്ക് ആദ്യമായിട്ട് കോൾ ഒന്ന് പറയായിരുന്നു, ഇത്രയും വലിയ സിനിമയാണ് അല്ലെങ്കിൽ ലാലേട്ടനാണ് അതിന്റെ ഹീറോ എന്നൊക്കെ അറിയായിരുന്നു? ഇല്ല, ഫസ്റ്റ് വിളിച്ചപ്പോൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ. എന്നെ വിളിച്ചത് അതിന്റെ കൺട്രോളർ ശ്യാംലാൽ ചേട്ടനാണ്. പുള്ളി വിളിച്ചിട്ട് എന്നോട് സുചിത്ര ഒരു ലോട്ടറി ആണ്, ഒരുപാട് നേരമൊന്നും ചിലപ്പോൾ ഉണ്ടാവുന്ന വരില്ല, പക്ഷെ ഉള്ളത് സുചിത്രയ്ക്ക് കിട്ടുന്നതിൽ കരിയറിലേക്കുള്ള വലിയൊരു ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തള്ളിക്കളയാതെ ഒന്ന് ആലോചിച്ചിട്ട് പറയണം ഇന്ന്. അപ്പോഴാണ് പിന്നെ അതിനുശേഷമാണ് ലിജോ സാറാണ് ഡയറക്ടർ, പ്രൊഡ്യൂസർ നമ്മുടെ ഷിബു സാറാണ്, സെഞ്ചുറി മൂവീസ് അവരുടെയാണ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പറയുന്നത് നമ്മുടെ ലാലേട്ടനാണ്. പിന്നെ ഞാൻ കുറച്ചൊന്നും ചിന്തിക്കേണ്ടല്ലോ, കുറച്ചാണെങ്കിൽ പോലും എനിക്കുള്ള ക്യാരക്ടർ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം. പുള്ളി പറഞ്ഞ വാക്ക് അന്വർത്ഥമായല്ലേ, ലോട്ടറി ആയിരുന്നു. ലോട്ടറി പിന്നല്ലേ. ഈ ഇനി ഇപ്പം നമ്മൾ എപ്പോഴും ആളുകളൊക്കെ പറയും മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് പോകാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഒരുപാട് ഇപ്പൊ ആശാ ശരത്ത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ, ഒരുപാട് പേരുണ്ടോ. സൂരജ് നമ്മുടെ ഇവിടെ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നടൻ സൂരജ്, അദ്ദേഹം മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് പോയതാണ്. അപ്പം അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല എന്നാണോ യഥാർത്ഥത്തിൽ ബിഗ് സ്ക്രീനിലേക്ക്? ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചധികം ബുദ്ധിമുട്ടാണ് മിനി സ്ക്രീൻ എന്ന് വെച്ചാൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ ദിവസവും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തി ഭയങ്കര ഫെമിലിയർ ആവില്ല നമ്മുടെ ഫേസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റീസൺസ് ഒക്കെ പറഞ്ഞിരുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കും, അവരൊക്കെ ഒന്ന് മറക്കട്ടെ. ഇപ്പം നമ്മൾ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്കൊരു പുതുമ കൊടുക്കണ്ടേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട്. ആദ്യം സെലക്ട് ചെയ്യും, കുറെ കഴിയുമ്പോൾ പറയും അയ്യോ ഇതിപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത് സീരിയലിൽ. ഒത്തിരി ഫെമിലിയർ ആയി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വാനമ്പാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 4 years ആവുന്നു. ഇപ്പോഴും വാനമ്പാടി. അപ്പോൾ അതൊരു ശരിക്കും എനിക്കൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. പക്ഷേ അത് മറ്റു ചിലർക്ക്, അതായത് ഈ സിനിമയിൽ നിന്നും വിളിക്കുന്ന ആൾക്കാർ പറയുന്നത് അത് അങ്ങനെ ഒരു ചിന്താഗതി എല്ലാത്തിലും നല്ലതല്ലേ. അത്തരത്തിൽ ഇങ്ങനെ സീരിയൽ അഭിനയിച്ചത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണോ? ഉറപ്പായിട്ടും. എനിക്ക് മാത്രമല്ല, ഇപ്പൊ സീരിയലിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്കും വരുന്ന യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും സിനിമയിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി വരുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു ഒറ്റ കാരണത്താൽ സിനിമയിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്, സീരിയൽ ചെയ്തു പോയി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ. പക്ഷെ എനിക്ക് തോന്നില്ല ലിജോ സാർ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ മാതങ്കി ക്യാരക്ടർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരുണ്ട്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ലിജോ ജോസ് എന്നുള്ള സംവിധായകൻ കുറച്ച് ചൂടനാണെന്നൊക്കെ. അത് യഥാർത്ഥത്തിൽ ശരിയാണോ? അത് അങ്ങനെയാണ് ഞാനും അവിടെ ചെന്നത് കേട്ടോ. ഞാനിങ്ങനെ ഒന്നാമത് ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്. ഞാനും ചെന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ദൈവം എനിക്ക് കുറെ കിട്ടും. കാര്യം ഒരു വലിയ സ്റ്റോറി പറയുന്ന ഇതുണ്ടല്ലോ, അത് പറഞ്ഞപ്പോൾ ഞാൻ ദൈവമേ ഡയലോഗ് മറന്നു പോവോ എന്താവോ ഒന്ന്. ലാലേട്ടനടുത്തുണ്ട്, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കോ ഞാൻ, തണുപ്പും വിറയിലും ഇതൊക്കെ ഉണ്ട്, ലിജോ സാറിന്റെ വായിന്ന് ചീത്ത കേൾക്കോ, ഇതൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും സാറ് ഭയങ്കര കൂളായിരുന്നു എൻ്റെ അടുത്ത്.
എന്നുവെച്ചാൽ ഞാനപ്പോൾ എന്നിട്ട് സാറിനെയാണോ എല്ലാവരും ഇങ്ങനെ ചൂടനെന്നൊക്കെ പറഞ്ഞത്? പക്ഷെ അല്ല, പക്ഷെ ബാക്കിയുള്ളവർക്കാർക്ക് ഈ അഭിപ്രായം ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അതിൽ വർക്ക് ചെയ്ത ഒരുപാട് പുതുമുഖങ്ങളുണ്ട്, മനോജ് ഉൾപ്പെടെ, സഞ്ജന, അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞു നിറയെ കിട്ടി ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അപ്പോൾ എനിക്കാണോ ഭാഗ്യം, എനിക്കൊന്നും കിട്ടിയില്ല അധികം. ഒരു സീനിലും വഴക്ക് കേൾക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കിയോ? ഫസ്റ്റ് ടേക്ക് ഒന്നുമല്ല, 20-25 ടേക്കൊക്കെ പോയി. അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സാർ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അപ്പം അത് കിട്ടുന്നത് വരെ സാറ് ചെയ്യിക്കും. അപ്പോൾ അത് പല രീതിയിൽ ആ ഒരു ഡയലോഗിനെ സാറ് നമ്മളെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കും. അതിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്ത് നോക്കിയാൽ, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അവസാനം ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ സാർ ഏതാണ് ഓക്കെ പറഞ്ഞത് നമ്മൾ കൺഫ്യൂഷൻ ആവും. ഞാൻ ചോദിച്ചു എന്നിട്ട് നമ്മുടെ ടിനു ചേട്ടനോ ടിനു പാപ്പച്ചൻ ചേട്ടനോ, ചേട്ടാ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടേ, ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പോൾ അങ്ങനത്തേക്കുള്ള കുറേ ഫണ്ണി സീക്വൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കൂളായിട്ടാണ് സാറ് ബിഹേവ് ചെയ്തത്. അത് മാത്രമല്ല സുചിത്ര അതില് ഡബും ചെയ്തു അല്ലേ? ആദ്യമായിട്ട് ഡബിങ് ചെയ്തു, ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് ഡബിങ് ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈം ആ ഡബ് ചെയ്തത്. അപ്പൊ ആ സമയത്തും സംവിധായകൻ കൂടെ ഉണ്ടായിരുന്നു? ലിജു സാറാണ് എല്ലാവരെയും ഡബ് ചെയ്യിപ്പിച്ചത്. ശരി. അപ്പൊ അതിലേതെങ്കിലും? അയ്യോ ഞാൻ വിചാരിച്ചു സാർ അവിടെ വെച്ച് എന്നെ ചീത്ത പറയുന്നു. കാര്യം ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നതിന്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് ഡബ് ചെയ്യാൻ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു. ഇപ്പോൾ സാറ് കുഴപ്പമില്ലാതിരുന്നു. ഒരു ഇച്ചിരി എവിടെയോ എത്തിയപ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ആ ഒരു ഇതുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യാത്ത രീതിയിൽ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാർ അയ്യോ ഇതല്ല സുചിത്ര, അങ്ങനെയല്ല, അത് മാറ്റി അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ എത്ര സാർ എനിക്ക് പറഞ്ഞു എന്നിട്ടും എനിക്കത് വരുന്നില്ല. അവസാനം ഞാൻ എൻ്റെ ഒരു ഇതിൽ സാർ ഇങ്ങനെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മാത്രമേ സാറിന് ഞാൻ പറയുന്നത് കേൾക്കാവൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ കേൾക്കാം, സാറ് പറയണമെങ്കിലാണ് ആ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അല്ലല്ലേ ഭഗവാനെ മഹാദേവ, സാറിന്റെ വായനൊന്നും കേൾപ്പിക്കില്ലേ, ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ സാറ് കുറച്ചായിട്ട് പറയാം സുചിത്ര എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഒന്നും പറയൂല കേട്ടോ, പേടിക്കണം. ഇപ്പൊ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ അത് ശരിയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റുന്ന അനുഭവം ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് രാജസ്ഥാനിലായിരുന്നു, നല്ല തണുപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്നും മനസ്സിൽ തങ്ങിക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടായിരുന്നോ? രാജസ്ഥാൻ ലൊക്കേഷനിൽ എത്തിയപ്പോൾ തന്നെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ തണുപ്പ്. അത് കാരണം വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഞാനായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കംഫർട്ടബിൾ സോണിൽ നിന്ന് വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന ഒരാൾ. എനിക്ക് 15 ഡേയ്സ് ഓൾമോസ്റ്റ് ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ എല്ലാവർക്കും പൊടി ഒക്കെ അടിച്ചിട്ട് ജസ്റ്റ് ഇൻഫെക്ഷനും പനിയൊക്കെ ആയത് കാരണം ഒരു 3-4 ഡേയ്സ് ഗ്യാപ്പ് വന്നു. അല്ലെങ്കിൽ എനിക്കൊരു 10 ഡേയ്സ് കൊണ്ട് ഷൂട്ട് തീരേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു 15 ഡേയ്സ് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വന്നു. ആ 15 ഡേയ്സ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സുഖിച്ച് പോയി വർക്ക് ചെയ്ത് വന്ന ആൾ ഞാൻ മാത്രമാണ്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ചൂട് തുടങ്ങി, ഞങ്ങൾ അനുഭവിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം അനുഭവിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞറിഞ്ഞു. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ സിനിമ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റി, ഇത്രയും വലിയ എന്താ പറയുക ലെജൻസിനോട് വർക്ക് ചെയ്യാൻ പറ്റി, അതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തത്. ഈ മാതംഗയെ പ്രേക്ഷകർ സ്വീകരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ശബ്ദം പോയി ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയൊരു വിളിച്ചത് ആരായിരുന്നു? അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയത് ആര് വിളിച്ചപ്പോൾ? എല്ലാവരും വിളിച്ചിട്ട് എൻ്റെ ടീച്ചർ ഡോക്ടർ നീന പ്രസാദാണ് എൻ്റെ ഗുരുനാഥ. ടീച്ചർ വിളിച്ചിട്ട് മോളെ നീ ഇത്രയും നന്നായിട്ട് ഡബ് ചെയ്യൂ. ഞാൻ ആണോ ടീച്ചർ, ഞാൻ ഡബ് ചെയ്തതാണ്. എല്ലാവരും വിളിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞത് എൻ്റെ ഡബിങ്ങിനെ കുറിച്ചാണ്. ഞാൻ നന്നായി ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചർ ആദ്യമായിട്ടാണ്, പക്ഷെ ഒരിക്കലും പറയലും വേണ്ട നീ ഫസ്റ്റ് ടൈം ആണ് ഡബ് ചെയ്തിരിക്കണേന്ന് ഒരിക്കലും പറയില്ല. അത് മാത്രമല്ല നിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ആ ഒരു ലുക്ക്, നീ ഒരു ലുക്ക് കൊടുക്കുന്ന കണ്ണ്, ഇതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആണോ ടീച്ചർ, താങ്ക് യു. അതായിരുന്നു എനിക്ക് ടീച്ചറിന്റെ വായി നോക്കി അങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഓസ്കാറൊക്കെ കിട്ടുന്ന പോലെയാണ്. ഇപ്പൊ നമ്മളെ മാതംഗിയെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് നല്ല സ്ട്രക്ചർ ഉള്ള ഒരാളായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ല എന്നല്ല കേട്ടോ, ബോഡി ഷേപ്പിംഗ് ആണ്. പക്ഷെ നല്ല മാറ്റമുണ്ട് മാതംഗിയിൽ നിന്ന് ഇപ്പൊ കുറച്ച് തടിച്ചിട്ടുണ്ട്. ഒരു 17 കിലോ കൂടി പോയതല്ല, എനിക്ക് കുറച്ച് സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടി വന്നു. എനിക്ക് കുറച്ച് ഈ കഴുത്തിലെ നെർവിന്റെ കുറച്ച് ഇഷ്യൂസ് വന്ന കാരണം കുറച്ച് സ്റ്റിറോയിഡ് എടുക്കേണ്ടി വന്നു. ഞാനിപ്പോ അത് നിർത്തിയിട്ട് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അല്ല, ഞാൻ ആ സമയം അങ്ങനെ മെലിഞ്ഞ് പെട്ടെന്നായിരുന്നു മാതംഗിയിലേക്കുള്ള ഒരു കോൾ വന്നത്. ഞാൻ അവിടെ എത്തിയതും ഒക്കെ പെട്ടെന്നായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ആയിരുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മാതങ്കിയിലേക്കുള്ള കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. അത് കഴിഞ്ഞൊരു 1 month 2 months ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നെർവിൻ്റെ ഒരു ഇഷ്യൂ വന്നു കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, പെയിൻ കാരണം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മെഡിസിൻസ് എടുക്കേണ്ടി വന്നത്, സ്റ്റെറോയിഡ്സ് ഒക്കെ എടുക്കേണ്ടി വന്ന കാരണം പെട്ടെന്നൊരു 17 കിലോ കൂടി. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാതങ്കി ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഉദ്ദേശം? അതായത് ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ മിനി സ്ക്രീനിൽ പ്രതീക്ഷിക്കണോ, അല്ലെങ്കിൽ ഫുൾ ഇനി ബിഗ് സ്ക്രീനിലേക്ക് തന്നെയാണോ? അങ്ങനെയല്ല കേട്ടോ, ഞാനിപ്പോൾ എനിക്ക് വരുന്നത് ബിഗ് സ്ക്രീനിലേക്ക് ഉള്ളതാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ലാംഗ്വേജ്, തമിഴിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, മലയാളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ 2-3 സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വായിച്ചു. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കമ്മിറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ട് മാതങ്കിയിലൂടെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബിഗ് സ്ക്രീനിലാണെന്ന് തോന്നുന്നു. ഉദ്ദേശിക്കാത്തല്ല, ഇപ്പൊ വരുന്നത് എനിക്ക് ബിഗ് സ്ക്രീനിൽ നിന്നുള്ള ഓഫേഴ്സാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അല്ലെങ്കിൽ മിനി സ്ക്രീൻ ഏതാണെങ്കിലും അഭിനയമല്ലേ എല്ലാം. തീർച്ചയായും. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ സുചിത്ര തന്നെ പറഞ്ഞു, ഇപ്പം 3 വർഷം മുന്നെയാണ് വാനമ്പാടിയിൽ അഭിനയിച്ചത്. പക്ഷെ ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ അത് വാനമ്പാടിയിലെ സുചിത്രയല്ലേ, അല്ലെങ്കിൽ പപ്പിക്കുട്ടിയല്ലേ എന്ന് ചോദിക്കും. അപ്പം ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ആളുകൾ, അത് നെഗറ്റീവ് കഥാപാത്രമായിരുന്നു അല്ലെ അതില്, നെഗറ്റീവ്. പക്ഷെ എന്നാൽ പോലും ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ ഈ നെഗറ്റീവ് റോൾ അഭിനയിക്കുന്ന ആളുകളൊക്കെ ഇന്റർവ്യൂവിന് സമയത്ത് പറയും, ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആളുകൾ അവളതാ വന്നിട്ടുണ്ട്, അവൾ ആ കുട്ടി ഉപദ്രവിച്ചു, അല്ലെങ്കിൽ മരുമകളെ ഉപദ്രവിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആകെ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, ഒരേ ഒരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിയിട്ടുണ്ടായത്, ഒരു ഫാമിലി അമ്പലത്തിൽ വെച്ചിട്ട് എങ്ങോട്ടാണ് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞത്, മോളെ ഈ 7 മണിക്കാണ് നിങ്ങൾ ഈ ടി വിയിൽ വന്ന് നീ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വഴക്കും പറയുകയും അവരോട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന ടൈമാണ്, ഞാൻ ഇരുന്ന് പ്രാകാറുണ്ട്. ഞാൻ അയ്യോ, ഇനി പ്രാകുല, നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായ. നമ്മൾ അയ്യോ അതൊരു കഥാപാത്രമല്ലേ അമ്മ ചെയ്യുന്നത്. അത് മാത്രമാണ് എനിക്ക്. അതും പക്ഷെ വഴക്ക് പറഞ്ഞിട്ടല്ല പറയുന്നത്. പിന്നെ എന്താ അറിയോ, ഞാൻ ആദ്യമേ എല്ലാവരും കാണുമ്പോൾ അങ്ങ് ചിരിച്ച് പറഞ്ഞെങ്കിൽ ചെല്ലുമ്പോൾ പിന്നെ ഇവർക്ക് എന്നെ വഴക്ക് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ആ 7 മണി ആയതുകൊണ്ട് ഈ വിളക്ക് എത്തിച്ച് വെക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് പ്രാഗ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ആളുകളൊക്കെ കാണാൻ വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ? അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ, ആറ്റാല അമ്പലത്തിൽ പോയ സമയത്ത് ഒരു ആൻറ്റി, അതായത് നമ്മൾ ഈ രാജകീയമായ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്ന ഒരു ലുക്കിൽ ഒരു വലിയ പൊട്ടൊക്കെ ഇട്ട് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പൊങ്കാല ടൈമായിരുന്നു. ആ സമയത്ത് എന്നെ ഇങ്ങനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചോദിച്ചു, ഒരു ഉമ്മ തന്നോട്ടെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ പ്രായമുള്ളൊരു ആൻറ്റി അല്ലേ, അപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചു. എനിക്കൊരു ഉമ്മ തന്നത്, ഒരു കടി തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്കിപ്പോഴും ആ ആൻറ്റിയുടെ മുഖവും ഒക്കെ നല്ല കടി അടിച്ചു എന്നെ കവളത്ത്, സ്നേഹം കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാനിങ്ങനെ, എനിക്ക് മോളോടൊക്കെ സ്നേഹം തോന്നുമ്പോൾ ഞാനിങ്ങനെ കടിക്കും. ആൻറ്റി കയ്യിലൊക്കെ കടിക്കാതെ എൻ്റെ മുഖത്ത് സ്നേഹം കൂടി ഇങ്ങനെ കിട്ടിയ എനിക്ക് ഭയങ്കര വിരുവിരിപ്പ് തോന്നുന്നു. ഞാനാണോ? പക്ഷെ അതുകൊണ്ട് അത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ആന്റി ഓർമ്മയുണ്ട്, അതെന്തല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇനി നമുക്ക് ബിഗ് ബോസ് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അല്ലേ? ബിഗ് ബോസ്, പക്ഷെ എനിക്ക് തോന്നുന്നു സുചിത്രയ്ക്ക് അത് കേട്ട് മടുത്തൊരു കാര്യമായിരിക്കും. ബിഗ് ബോസിലേക്ക് ഇങ്ങനെ, ബിഗ് ബോസ് ഇനി എന്ത് പറയാനാ, കുറെ വർഷമായി. ബിഗ് ബോസ് കഴിഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു സീസൺ 5 കഴിഞ്ഞു. ഇനി അടുത്ത സീസൺ 6 ഇതായി ഇപ്പൊ വരാൻ പോകുന്ന മാർച്ച് 10 തുടങ്ങാൻ പോവാണ്. പക്ഷെ എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ബിഗ് ബോസിലേക്ക് നമ്മൾ കയറിയ സമയത്ത് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റുകളൊക്കെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആ നെഗറ്റീവ് കമന്റ് എന്നോട് ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, മൈൻഡ് ചെയ്യാനേ പോകരുത്. കാര്യം ഇത് ഒബ്വിയസ്ലി ഇത് സംഭവിക്കും. കഴിയുന്നതും ഇന്റർവ്യൂസ് കൊടുക്കാതിരിക്കുക. കാര്യം എത്ര നമ്മൾ നന്നായിട്ട് പറഞ്ഞാലും, എത്ര കുറെ പേരുടെ PR, ഇതിന്റെ PR വർക്കിലാണ് ബിഗ് ബോസിൽ കുറച്ച് പേര് നിൽക്കുന്നത്. അപ്പൊ അവരുടെ PR എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്ത് എങ്ങനെ നന്നായിട്ട് സംസാരിച്ചാലും അതിനെ ഉൾട്ടയാക്കും. അതിനെ ഉൾട്ടയാക്കി അത് വെറുതെ അതിനൊരു ഇത് പോവാതെ മിണ്ടാണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാ പറഞ്ഞത്. നമ്മൾ അങ്ങനെ അതുകൊണ്ട് എന്താ പ്രശ്നം നല്ലതുണ്ടായ വെച്ചാൽ ആ ഒരു ടൈം പീരീഡ് എല്ലാവർക്കും എന്നെ കിട്ടാതെ പോയി. എന്നെ എടുത്തിട്ട് ഉടുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടാതെ പോയി. നേരെ ഇറങ്ങി മുങ്ങിയോ? ഇല്ല, ഞാൻ എൻ്റെതായ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഹെൽത്ത്, ആ സമയത്താണ് ഞാൻ ഭയങ്കര പ്രാക്ടീസും വർക്ക്ഔട്ടും ഒക്കെ ആയിട്ട്. അപ്പോഴാണ് ആ മെലിഞ്ഞിരുന്നൊരു ടൈമിലാണ് എനിക്ക് കോള് വരുന്നത്. ഈ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഉണ്ടാകിയ ഏറ്റവും നല്ലൊരു ഗുണവും അല്ലെങ്കിൽ ഒരു മോശം എന്തായിരുന്നു?
ഏറ്റവും നല്ല ഗുണം എനിക്ക് വാലിബനിൽ തന്നെ, വാലിബനിലേക്ക് വരാൻ പറ്റി. മോശമായിട്ട് എനിക്കൊന്നും അങ്ങനെയില്ല. ആ സമയത്ത് കുറച്ച് ഗോസിപ്സും കാര്യങ്ങളും അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ നിന്നാലും ഏത് മേഖല, ഇപ്പോൾ സിനിമയിലായാലും സീരിയലിലായാലും ഏത് മേഖലയിൽ നിന്നാലും ഗോസിപ്സ്. ഈ സുചിത്ര നായർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു നോക്കുന്ന സമയത്തെ ഞാൻ അടിച്ചു നോക്കി ആദ്യം കണ്ടത് കുട്ടിയാക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷെ കേട്ട് മടുത്തൊരു സംഭവമായിരിക്കും. മനസ്സിലായി തുടങ്ങി. അതെ, നിങ്ങളുടെ ആ ഒരു സൗഹൃദം പക്ഷെ ഇപ്പോഴും പക്ഷെ ആളുകൾ ചോദിക്കുന്നുണ്ട് സുചിത്രയും കുട്ടിയാക്കിലും വെള്ള വിവാഹം. അത് സുഖിൽ എന്നുള്ളൊരു പേര് തന്നെ, സുഖിൽ എന്നുള്ളൊരു പേര് തന്നെ ഇട്ട് എന്നെ അവനെയും കൂടെ കല്യാണം കഴിപ്പിച്ച്. എനിക്ക് തോന്നി ഞാനും അവനും ഞങ്ങളെല്ലാവരും കൂടെ മൂകാംബിയെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂരജൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരുടെ ഒന്ന് ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ ഭാര്യയും ഭർത്താവും മോൻ സൂരജും. അപ്പൊ ഈ ഒരു ഇങ്ങനെ തന്നെ ഏതൊക്കെയോ ഓൺലൈൻ മീഡിയാസ് എടുത്തിട്ട് അപ്പം ഒരു ലോജിക്ക് വേണ്ടി അവൻ ഒന്നില്ലെങ്കിൽ 26-27 വയസ്സായി സൂരജിന്. എങ്ങനെ നോക്കിയാലും അവനെങ്ങനെ ഞങ്ങൾക്ക് പോകാത്തില്ല. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. ഞങ്ങൾ ഇത്രയും പേര്, ഞാൻ, സൂരജ്, അഖില്, ശാലിനി, ധന്യ, ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് അടക്കം അടുത്ത ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ടെങ്കിൽ ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും. അതെ, ഈ വിവാഹത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ച് വീട്ടുകാർ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് മനസ്സിൽ ഭാവി വരനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാനെ കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് വരനെ കുറിച്ചുള്ള ചിന്തകളും ഇല്ല. അങ്ങനെയില്ല. അങ്ങനെ ഒരു നാട്ടിൽ ഒരാളാണോ അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡിൽ നിന്ന് ഒരാളെ കല്യാണം ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ ആഗ്രഹം? സിനിമ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്തയും ഇല്ല. വീട്ടുകാർ കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്താ പറയണെന്ന് വെച്ചാൽ അങ്ങനെ. പക്ഷെ ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ പോട്ടെ. ഇനി ഏത് തരത്തിലുള്ള സിനിമകൾ അഭിനയിക്കാനാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല? അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇന്ന സിനിമ അഭിനയിക്കണം? എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ, എനിക്കിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും എനിക്ക് ചെയ്യാനുണ്ടാവണം. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് അതിൽ കുറച്ച് എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുണ്ട്. അത് ഇന്ന ആളുടെ കൂടെ എന്നല്ല, ആരാണെങ്കിലും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ആരുടെ കൂടെയാണെങ്കിലും നമുക്ക് നല്ലൊരു സബ്ജക്റ്റ്, നല്ല ടീം വർക്ക്, അവരുടെ കൂടെ ആണെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊന്നും അല്ല. എനിക്ക് ആരുടെ കൂടെയാണെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം. ആ കഥാപാത്രത്തിന് എനിക്ക് എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ചെയ്യും. സുചിത്ര നല്ലൊരു ഭക്തയും കൂടെയാണല്ലേ, നല്ല ഈശ്വരവിശ്വാസിയാണ്. ഇനിയിപ്പം പൊങ്കാലൊക്കെ ആറ്റുകാൽ പൊങ്കാല വരാൻ പോവാണ്. പൊങ്കാല ഇടുന്നുണ്ടോ ഇത്തവണ ഇടും, ഉറപ്പായിട്ടും. എല്ലാം മിക്കവാറും വർഷങ്ങളിൽ ഇടാറുണ്ട്. ഈ പ്രാവശ്യം ഇടും. ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും വെളുപ്പിനെ 3:30-3:45 ശ്രീകണ്ഠേശ്വര അമ്പലത്തിലെ നിർമാല്യം തൊഴുന്ന ഒരാളാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇതിന്റെ തിരക്കായതുകൊണ്ട് മാറി നിൽക്കുന്നു. ഇനിയിപ്പോ നാളെ തൊട്ട് വീണ്ടും തുടങ്ങും. അപ്പൊ അതിങ്ങനെ എൻ്റെ ലൈഫിലെ ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ശ്രീകണ്ഠേശ്വരത്ത് എത്തുക, ഭഗവാനെ തൊഴാന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആറ്റുകാൽ പോവാ. ഇപ്പൊ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ ഒരു എന്താ പറയാ ഉത്സവമാണല്ലോ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എല്ലാ വർഷവും ഇടാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. ആണല്ലേ. എങ്ങനെയാണ് ഇനിയുള്ള പുതിയ വർക്കുകളൊക്കെ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? അല്ലെങ്കിൽ ഇനിയിപ്പം ഇപ്പൊ ഒന്നാമത് വാലിബൽ അഭിനയിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. അപ്പൊ ഇനിയൊക്കെ വർക്കുകളൊക്കെ സെലക്ട് ചെയ്യാറുണ്ടോ? ക്യാരക്ടർ സെലക്ട് ചെയ്താൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇപ്പോൾ വരുന്ന പ്രോജക്ട്സ് എനിക്ക് 2-3 സ്ക്രിപ്റ്റ് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന തമിഴാണെങ്കിലും ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ പോലും പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും വരുന്ന ഒരെണ്ണം നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ പോലും എനിക്ക് അതിൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് ഇന്ന ആളുടെ കൂടെ എന്നുള്ളതല്ല, നല്ല ടീം വർക്ക് എനിക്ക് ചെയ്യാനുള്ള കഥാപാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മുമ്പിലോട്ട് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പൊ എന്തായാലും മോഡലിംഗിലൊക്കെ ഇപ്പം തിളങ്ങി നിൽക്കുവാണ്. മോഡലിംഗ് രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നത് നല്ല കുറെ ഫോട്ടോകളൊക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. മോഡലിംഗ് ആയിട്ടില്ലടാ, അത് ഫോട്ടോഷൂട്ട് ആയിരുന്നു. അത് ദീപാവലി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ എനിക്ക് ഈ ഓർണമെന്റ്സ് അങ്ങനത്തെ ഒരുപാട് ഓർമ്മ. എന്നാൽ ഞാൻ നോർമലി ഇത്രയും മാത്രമാണ് എൻ്റെ ഒരു. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഫോട്ടോകളിലും ഈ നാടൻ ലുക്കാണോ താല്പര്യം? അത് എങ്ങനെ ഞാൻ ഒരുങ്ങി വന്നാലും അങ്ങനെ എത്രയൊക്കെ ശ്രമിച്ചു എങ്ങനെയൊക്കെ ഒരുങ്ങിയതല്ലേ, ഇത് വീണ്ടും അങ്ങനെ തന്നെയായി. ഈ അടുത്തൊരു ദേവിയുടെ ലുക്കിലൊക്കെ ഒരു ഫോട്ടോ ഒക്കെ അത് ദേവി ലുക്കിൽ എടുത്തല്ല, പക്ഷെ എടുത്തു വന്നപ്പോ അതങ്ങനെയായി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ വരകളുള്ള രൂപം പോലെ. അതിപ്പോ ഒരു റെഡ് സാരി ഉടുത്ത് ഒരു പൊട്ടും വെച്ചൊരു കമ്മലും ഇട്ട് തീർന്നു, നേരെ ആ ലുക്കിലോട്ടായി. പക്ഷെ ഇതൊന്നും അല്ലാതെ വെറുതെ ഒരു സാരി കൊടുത്ത് ഒരു ഓർണമെന്റ്സും ഇടാതെ വന്ന് നിന്നാലും അതങ്ങനെ ആയി പോവാണ്.
എന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇങ്ങനെ കടന്നു എന്നാണ് PCR എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാമല്ലോ അല്ലേ? കാണാൻ പറ്റും വിശ്വസിക്കുന്നു. ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും എല്ലാം കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും ഇത്ര നേരം ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന്, മാതങ്കിയെ കുറിച്ച് പറഞ്ഞതിന്, മറ്റുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിനൊക്കെ വളരെയധികം നന്ദി. ഇനിയും അടുത്ത സിനിമയെ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും കാണാം അല്ലേ? ഉറപ്പായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം വിശേഷങ്ങൾ പങ്കു നമ്മുടെ സ്വന്തം സുചിത്ര നായരാണ്. ഇനി അടുത്ത വ്യാഴാഴ്ച ലേഡീസ് ബാൻഡിൽ പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം. നടത്തും.